കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ഓച്ചിറയിൽ ഉൾപ്പെടെ എലിവേറ്റഡ് ഹൈവേക്കായി ചർച്ച നടത്തിയിട്ടുണ്ട്. ദേശീയപാത നവീകരണത്തിന്റെ തുടക്കത്തിൽ തദ്ദേശീയ സ്ഥാപനങ്ങളും എം.പി. എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കാട്ടിയ അലംഭാവമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. കായംകുളം, ഓച്ചിറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയതായി ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. ഓച്ചിറ, കായംകുളം എന്നിവിടങ്ങളിൽ എത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ദേശീയപാത നവീകരണത്തിന്റെ തുടക്കത്തിൽ അലൈൻമെന്റ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും എം.പിമാർക്കും എം.എൽ.എമാർക്കും അയച്ചു നൽകിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇവരാരും തന്നെ വേണ്ട ഉത്തരവാദിത്വം കാണിച്ചില്ല. അവസാന നിമിഷമാണ് ഇവരിൽ പലരും പ്രതികരണവുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് മാത്രമായി ഒതുക്കി തീർക്കേണ്ട വിഷയം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ചർച്ചയാക്കേണ്ടി വന്നിരിക്കുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ വേണം എന്നുള്ളത് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം നിലവിലുള്ള ഹൈവേ അതുമൂലം ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടും. അതുകൊണ്ട് എലിവേറ്റഡ് ഹൈവേ അനുവദിക്കുകയാണെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയോജനകരമായിരിക്കും എന്നുള്ളതായിരുന്നു അന്ന് നിവേദനങ്ങളിലൂടെ എല്ലാവരും പറഞ്ഞിരുന്നത്. ഇക്കാര്യം നമ്മുടെ കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും നമ്മുടെ വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേവലം കായംകുളത്ത് മാത്രമല്ല, അവ കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചില സ്ഥലങ്ങളിലും ഇതേ ആവശ്യങ്ങൾ വേണമെന്ന് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കായംകുളം ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലും ഈ എലിവേറ്റഡ് ഹൈവേ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളും എം.പിമാരും എം.എൽ.എമാരും ആദ്യമേ ഇടപെട്ടിരുന്നുവെങ്കിൽ ദേശീയപാത നവീകരണത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി. നേതാക്കളും പി.കെ. കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.